സർ, തൃശൂർ പൂരം. തൃശൂർ പൂരം നടത്തുന്നത് നമുക്കറിയാം. തിരുവമ്പാടിക്കാരും പാറമേക്കാവുകാരുമാണ്. ഈ രണ്ട് പേരുകളും നമ്മൾ തൃശൂർ പൂരത്തോടനുബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലൂടെ കേട്ടിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് വിഭാഗങ്ങളും തൃശൂർ പൂരം നടത്തുന്നു. പക്ഷെ ഈ രണ്ട് വിഭാഗങ്ങളും ഒരു സ്വകാര്യ ദേവസ്വം ബോർഡ് കൂടിയാണ്. അത്തരത്തിൽ ഇവർ തൃശൂർ പൂരം നടത്തുന്ന ഇതിനകത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് തിരുവമ്പാടിക്കാരാണെങ്കിലും പാറമേക്കാവാണെങ്കിലും ഈ എല്ലാവർക്കും ഒന്നും ഇതിൽ അംഗത്വമില്ല. ഒരു പ്രത്യേക തരം ജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രം അംഗത്വമുള്ള, അക്കൂട്ടർ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന, അങ്ങനെ ജാതിപരമായ ഒരു കൂട്ടം ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു സംഘം നടത്തുന്നതാണ് തൃശൂർ പൂരം എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിവിടെ ചർച്ച ചെയ്യാൻ പലരും പലപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്ന് നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ വിലയിരുത്താം? ഏതാനും വർഷം മുമ്പ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വലിയ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. തൃശൂർ പൂരം കേരളത്തിന്റെ ദേശീയോത്സവമാണ് എന്ന് നമുക്കറിയാം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ പ്രശസ്തി ആർജിച്ച കേരളത്തിന്റെ വലിയ മഹോത്സവം. പക്ഷെ ഇത് നടത്തുന്ന രണ്ട് ദേവസ്വം സമിതികളുണ്ട്. ഒന്ന് പാറമേക്കാവ് ദേവസ്വം, തിരുവമ്പാടി ദേവസ്വം. ഈ രണ്ട് ദേവസ്വങ്ങളിലും നായർ വിഭാഗത്തിന് മാത്രമാണ് ഭരണസമിതിയിൽ പ്രവേശനം ഉള്ളത്. മറ്റൊരു ഹിന്ദു വിഭാഗത്തിന് പോലും ഈ രണ്ട് സമിതികളിലും പ്രവേശനമില്ല എന്ന പ്രശ്നം ആദ്യം ഉന്നയിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. അന്ന് സമരം നടന്നു, സത്യഗ്രഹം നടന്നു. അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. സമുദായ സംവരണം അവസാനിപ്പിക്കുക എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ആവശ്യം. അവർണ്ണ വിവേചനം അവസാനിപ്പിക്കുക എന്നും അദ്ദേഹം ഉന്നയിച്ചു. മാത്രമല്ല, തൃശൂർ പൂര പ്രദർശനത്തിന്റെ വരുമാനം പങ്കിടുന്നതിലും പൂരത്തിന്റെ ഭരണത്തിലും ജനാധിപത്യപരമായ മാറ്റം വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷെ ഇത് കേരളത്തിന്റെ പൊതുസമൂഹം കാര്യമായി ചർച്ച ചെയ്തില്ല. പക്ഷെ പ്രശ്നം ഇപ്പോഴും അവശേഷിക്കുന്നു. അതിന്റെ പാറമേക്കാവ് ദേവസ്വത്തിന്റെയും തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ബൈലോ, ഭരണസമിതിയുടെ ബൈലോ അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് മാത്രമാണ് ഭരണസമിതിയിൽ അംഗത്വം ഉള്ളത്. വിവേചനം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. പാറമേക്കാവ് ദേവസ്വത്തിന്റെ തന്ത്രിസ്ഥാനം പരമ്പരാഗതമായി പുലിയന്നൂർ മനയ്ക്കാണ് നൽകിയിട്ടുള്ളത്. വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനവും പുലിയന്നൂർ മനയ്ക്കലെ അംഗങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത്. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും പുരോഹിതർ മുഴുവൻ നമ്പൂതിരി സമുദായ അംഗങ്ങളാണ്. ആ വിവേചനവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പൂരം പ്രദർശനത്തിൽ നിന്ന് 6 മുതൽ 8 കോടി രൂപ വരെ വരുമാനമുണ്ട്. അതിൽ നിന്നാണ് ഈ പൂരത്തിന്റെ ചെലവ് മുഴുവൻ, അത് ആന അല്ലെങ്കിൽ മേളം, വെടിക്കെട്ട്, ചമയം, അതിന്റെ ചെലവ് മുഴുവൻ നിർവഹിക്കുന്നത് ഈ പൂരം എക്സിബിഷന്റെ വരുമാനത്തിൽ നിന്നാണ്. പക്ഷെ ഒരു കോടിക്കണക്കിന് രൂപയുടെ നീക്കിയിരിപ്പ്, ബാങ്ക് നിക്ഷേപം രണ്ട് പൂരം സമിതിക്ക് ഉണ്ട്. വടക്കുംനാഥ ക്ഷേത്ര അങ്കണത്തിലാണ് പൂരം നടക്കുന്നത്. വടക്കുംനാഥ ക്ഷേത്രം പക്ഷേ ഒരു സ്വകാര്യ സ്ഥാപനം അല്ല. അത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡിന്റെ ഭരണം. ഉപദേശക സമിതിയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ശങ്കരാചാര്യർ നിശ്ചയിച്ചു നൽകിയതാണ്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്നാണ് സങ്കല്പം. പിന്നെ പൂരങ്ങളിൽ തന്നെ കണിമംഗലം, ചെമ്പുക്കാവ് തുടങ്ങിയ 8 ഘടകപൂരങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ 3 ഭരണ സമിതികളുടെ നേതൃത്വത്തിലാണ് പാറമേക്കാവ്, തിരുവമ്പാടി, വടക്കുംനാഥ ക്ഷേത്രം തൃശൂർ പൂരം ഗംഭീരമായി എല്ലാ വർഷവും നടന്നു വരുന്നത്. പൂരത്തോടനുബന്ധിച്ച് സംഗീതോത്സവങ്ങൾ നടത്താറുണ്ട്. സംഗീത അർച്ചന നവരാത്രിക്കുണ്ട്. തിരുവമ്പാടി നവരാത്രി, ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയവയ്ക്ക് സംഗീത അർച്ചനകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം, ഇതൊരു എല്ലാ സർക്കാർ സംവിധാനങ്ങളും മുഴുവൻ ശ്രദ്ധയും ഉപയോഗിച്ച് സംവിധാനങ്ങൾ ഒരുക്കിയാണ് തൃശൂർ പൂരം വിജയകരമായി നടത്തുന്നത്. നമ്മുടെ എല്ലാം അഭിമാനമാണ്. അപ്പോഴും ഇതിന്റെ പ്രധാനപ്പെട്ട ഭരണസമിതികളിൽ നിന്ന് ഒരു പ്രത്യേക ജാതി വിഭാഗം ഒഴിച്ചുള്ള ആൾക്കാരെ മുഴുവൻ എന്തിന്
മാറ്റി നിർത്തണം എന്നുള്ളതാണ്. ആചാരങ്ങൾ എപ്പോഴും അതേപടി പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് യുഗത്തിലാകും ജീവിക്കുക. സതി നിർത്തലാക്കിയതൊന്നും അന്നത്തെ പുരോഹിതന്മാരുടെയും ഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം ഒന്നും മാനിച്ചല്ല. ക്ഷേത്രപ്രവേശന വിളംബരം രാജാവ് പുറപ്പെടുവിച്ചത് അന്നത്തെ മതമേധാവിത്വത്തിന്റെ പിന്തുണയോടെയോ അംഗീകാരത്തോടെയോ കൂടി ആയിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് എങ്കിൽ ഒന്നും നടക്കുമായിരുന്നു. എല്ലാ അന്ധവിശ്വാസങ്ങളും അങ്ങനെ തന്നെ നിന്നേനം. അതുകൊണ്ടാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ ഭരണകൂടം, സംസ്ഥാന സർക്കാരിന് ഒരു സ്വകാര്യ ദേവസ്വത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ജനാധിപത്യ കീഴ്വഴക്കങ്ങൾ അങ്ങനെയാണ്, അതിന് അനുമതി നൽകുന്നുണ്ട്. തീർച്ചയായും സജീവമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ട സമയമാണ്. കാര്യം തൃശൂർ പൂരം ഇപ്പോൾ ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചുരുങ്ങി നടക്കുന്ന സമയമാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഞാൻ പറഞ്ഞു, ചില ആചാരാനുഷ്ഠാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ അവശേഷിക്കുന്നുണ്ട്. വടക്കുംനാഥ ക്ഷേത്രം പാറമേക്കാവിന്റെയോ തിരുവമ്പാടിയുടെയോ പോലെ ഒരു സ്വകാര്യ ദേവസ്വമല്ല, കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ പദവിയിൽ ദളിതർ പല പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. പക്ഷേ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന നൃത്ത സംഗീതോത്സവം വളരെ പ്രസിദ്ധമാണ്. അതിൽ ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പ്രവേശനം അനുവദിച്ചില്ല. അധസ്ഥിത സമുദായത്തിൽ ജനിച്ച കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കർണാടക സംഗീതജ്ഞനായിരുന്ന മങ്ങാട് കെ നടേശനെ ഈ ശിവരാത്രി നൃത്ത സംഗീതോത്സവത്തിലേക്ക് ഒരു പ്രാവശ്യം പോലും പാടാൻ ക്ഷണിച്ചിട്ടില്ല. ഞാൻ ആവർത്തിച്ച് ഈ കാര്യം, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് അത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായി അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ ചില വിവേചനങ്ങൾ സർക്കാർ തലത്തിലുള്ള സ്ഥാപനങ്ങളിലും നിലനിൽക്കുന്നു. ക്ഷേത്ര കലകൾ പലതും ഇപ്പോഴും വലിയ പ്രശ്നമാണ്. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പല ക്ഷേത്രകലകളും അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചിട്ടില്ല. നല്ല വലിയ വിവാദമായിട്ടുള്ള കാര്യമാണ്. അപ്പം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച ഒരു സർക്കാർ ഇടപെടൽ തീർച്ചയായും ഉണ്ടാകേണ്ട സമയമാണ്. തൃശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പ്രശ്നം വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടട്ടെ. യെസ്, എന്തായാലും സാറ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഇന്നും ഇത്തരത്തിലുള്ള ഒരു ജാതി വിവേചനം വ്യക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ സ്വകാര്യ ദേവസ്വം ബോർഡുകളുടെ അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന പൂരങ്ങളുടെ ഉത്സവങ്ങളുടെ മാത്രം കാര്യത്തിലല്ല, സർക്കാരിന്റെ കീഴിൽ തന്നെയുള്ള ദേവസ്വം ബോർഡുകൾക്ക് കീഴിലും ഇത്തരത്തിലുള്ള വലിയ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. 2026 തൃശൂർ പൂരം പോലെയുള്ള അല്ലെങ്കിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.